ഹായ്, ഞാൻ എണീച്ചിട്ടേ ഉള്ളൂ. കാരണം സുഖമില്ല. കാരണം കൈക്കെല്ലാം ഭയങ്കര വേദന. ഇത് ഇന്നലെ തടയിക്കാൻ പോയ എന്നാന്ന്. കാരണം കഴുത്ത് വേദന തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര വേദനയാണ്. അപ്പം ഇവിടെ അടുത്തുള്ളവർ നല്ലൊരു വൈദ്യരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് തടയിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തടയിക്കാൻ പോയതിൻ്റെ ക്ഷീണമാണ്. ഞാൻ എണീച്ചിട്ടില്ല. സമയം ഇപ്പം 8:15 ഇപ്പോൾ എണീക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ വെള്ളത്തിൽ, അതായത് 1 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളത്തിൽ നാരങ്ങ നീരും പിന്നെ തേനും. അപ്പോൾ ഇതെന്നോട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കുടിക്കാറ് രാവിലെ. പിന്നെ 2 മുട്ട. പിന്നെ പഴം വാങ്ങിയിട്ടുണ്ട്, റോബസ്റ്റിൻ്റെ. അതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്നാ കഴിക്കാറ്? ഒരുപാട് ക്വസ്റ്റ്യനും ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഇതാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാ വ്ളോഗിലൂടെയല്ല ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗിലൂടെ എല്ലാം ചെയ്യാം, എന്തൊക്കെയാണ് രാവിലെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞതും പിന്നെ 1/2 ടീസ്പൂൺ തേനും കൂടി മിക്സാക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ചു. പിന്നെ 2 മുട്ടയുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ കെട്ടിയോനും ഇതേപോലത്തെ അവസ്ഥയാണ്. എന്ത് ചെറുനാരങ്ങ വെള്ളം, പിന്നെ അതേപോലെ തന്നെ 2 മുട്ട, 1 റോബസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി എൻ്റെ റോക്കി പെണ്ണിന് ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരിതാണ്. അപ്പം റോക്കി പെണ്ണ് ഇതാ റെഡിയായിട്ട് നിന്നിട്ടുണ്ട്. റോക്കി ഉണ്ട്, കുഞ്ഞമ്മ ഉണ്ട്, ഇതാ കുഞ്ഞമ്മ ഉണ്ട്. മഞ്ഞപ്പലൊക്കെ പോയി. ഇപ്പം ഞാൻ വരുന്നതിന് മുന്നേ ഫുഡ് കൊടുത്തു. അപ്പം അത് പ്രശ്നമില്ല, നല്ലോണം തിന്നു, അടിപൊളിയായിട്ട് തിന്നു എന്ന് വിചാരിക്കാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും, ഞാൻ എന്തെങ്കിലും മെലിഞ്ഞിനോ, ജിമ്മിലൊക്കെ പോകുന്നില്ലേ, അപ്പം എന്തെങ്കിലും മെലിഞ്ഞിനോ എന്നൊക്കെ നോക്കാൻ കണ്ണാടി. അത് ഏകദേശം ചെറിയൊരു പെരിയൽ വന്നിട്ടുണ്ട്. ഇനി അലക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലക്കണം, റൂമൊന്ന് വൃത്തിയാക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ രാവിലത്തത്. അത് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾക്ക് ജിമ്മിന് പോകും. പിന്നെ തടയിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 2 മണിക്ക്. ഓക്കെ, കുഞ്ഞമ്മൂന് എന്താണെന്നറിയില്ല, സുഖമില്ല. രാവിലെ മുതലേ ഒരു വല്ലാത്ത ക്ഷീണമായിട്ടാണ് തോന്നുന്നത്. അതെന്താണെന്നറിയില്ല. ഇപ്പം പൂച്ചകൾക്കെല്ലാം ഭയങ്കര ക്ഷീണമാണെന്ന് പറയുന്നുണ്ട്. രാവിലെ പിന്നെ ഇതിന് വെള്ളം ഒഴിക്കലാണ്. അറിയില്ല. ഇപ്പം കുളിച്ചിട്ട് വരും, കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഇനിയൊരു ചട്ടപ്പടയെന്ന് പോയാലോ, 8:15, 8:30 സ്കൂളെത്താമെന്ന് പറയുന്നതാണ്. അപ്പം ഇനിയൊരു പാച്ചലായിരിക്കും ഇവിടുന്ന്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രം. നാളെ രാവിലെ വേറെ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.